ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. അല്പസമയത്തെ വചനചിന്തയ്ക്കായി യെശയ്യാവിന്റെ പുസ്തകം 33 അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ വായിക്കട്ടെ. അതിന്റെ 14 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: നമ്മിൽ ആർ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ അടുത്ത് പാർക്കും. ദൈവവചനം ആദ്യോടന്തം പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം പലയിടത്തും തീയോട് അഗ്നിയോട് ഉപമിക്കുന്നു. നാം വായിച്ച വാക്യത്തിന്റെ 13 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. 14 വാക്യത്തിൽ സിയോനിലെ പാപികൾ പേടിക്കുന്നു, വഷളന്മാരായവർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു, കാരണം തീയുടെ അടുത്ത് ആർ പാർക്കും. നിത്യദഹനങ്ങളുടെ അടുത്ത് ആർക്ക് കടന്നു പോകാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. വചനം ചിന്തിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 24 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: മോശെ സീനായി പർവ്വതത്തിൽ ദൈവവുമായി സംസാരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ നോക്കുമ്പോൾ സീനായി പർവ്വതം തീ കൊണ്ട് കത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ അവർക്ക് തോന്നി. ആവർത്തന പുസ്തകം 9 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: യഹോവയായ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുൻപിൽ കടന്നു പോകുന്നു എന്ന് നീ അറിയാതെ ഇരിക്കരുത്. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പലരും ദൈവത്തിന് ഹോമയാഗം അർപ്പിക്കുമ്പോൾ തീ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന് അവരുടെ ആരാധനയെ കൈക്കൊള്ളുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നതായി കാണാൻ കഴിയുന്നു. ദാവീദ് രാജാവ് ഇങ്ങനെ കാണുന്നു. 21 അധ്യായം ദിനവൃത്താന്തം 21:26 ഇങ്ങനെ കാണുന്നു: ദാവീദ് രാജാവ് കഴിച്ച ഹോമയാഗത്തിൽ ആകാശത്തു നിന്നും തീ ഇറങ്ങി ഉത്തരമരളി. രാജാക്കന്മാരുടെ 1 പുസ്തകത്തിന്റെ 18 അധ്യായത്തിൽ ഏലിയ പ്രവാചകൻ യാഗം കഴിക്കുമ്പോൾ യഹോവയായ ദൈവം തന്നെ സത്യദൈവമെന്ന് തെളിയിച്ചുകൊണ്ട് ആകാശത്തു നിന്ന് തീ ഇറക്കി ഉത്തരമരളി. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, അതുകൊണ്ട് ഭയത്തോടെ ദൈവത്തെ സേവിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പലയിടത്തും യഹോവയായ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് ഈ വചനം നമ്മെ അറിയിക്കുന്നു. എന്നാൽ നാം വായിച്ച വേദഭാഗത്തിന്റെ 15 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ഈ തീയുടെ അടുത്ത് ആര് പാർക്കുമെന്ന് പ്രവാചകൻ ചോദിക്കുമ്പോൾ അതിന്റെ മറുപടിയും ഇവിടെ കാണുന്നു. ചില കാര്യങ്ങൾ ഭയത്തോടുകൂടെ നാം ചെയ്യേണ്ടതായിരിക്കുന്നു. ഇന്ന് ദൈവഭയം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ദൈവത്തെ ഭയപ്പെടേണ്ടതിന് ഈ വചനം വീണ്ടും നമ്മെ സഹായിക്കട്ടെ. ഒന്നാമതായി അവിടെ പറയുന്നു, നീതിയായി നടക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ നടപ്പ് ഈ നിത്യദഹനങ്ങളുടെ ഈ തീയുടെ അടുത്ത് പാർക്കണമെങ്കിൽ നടപ്പ് നാം ശരിയാക്കിയേ മതിയാകൂ. രണ്ടാമത് അവിടെ കാണുന്നു, നേർ പറയണം, നാം സത്യം സംസാരിക്കണം. ഇവിടെ എഴുതിയിരിക്കുന്നത് സ്പീക്ക് വാട്ട് ഈസ് റൈറ്റ്. നീതിയായുള്ള കാര്യങ്ങൾ, സത്യം മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അടുത്തേക്ക് ഭയം കൂടാതെ ചെല്ലുവാൻ കഴിയുകയുള്ളൂ. മൂന്നാമത് കാണുന്നത്, പീഡനത്താലുള്ള ആദായം വെറുക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പീഡനത്താലുള്ള ആദായം എന്ന് വെച്ചാൽ ലഭിക്കുന്ന ആദായം എന്തെന്ന് നാം നോക്കിയിട്ട് അത് ഒരു പീഡനത്തിന്റെ മുതലല്ല എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് ഹൃദയം ദൈവത്തെ ഭയപ്പെടണം. ഹല്ലേലൂയ. അടുത്തത് കാണുന്നത്, കൈക്കൂലി വാങ്ങാതെ നമ്മുടെ കൈ നാം കുടഞ്ഞു കളയണം. നമ്മുടെ കരങ്ങളിൽ വരുന്ന നന്മ അത് ഏതെന്ന് നാം ചിന്തിച്ച് നാം ദൈവത്തിന്റെ സന്നിധിയിൽ അതിനെ വിലയിരുത്തിക്കൊണ്ട് കൈ കുടഞ്ഞു കളയേണ്ടതാണെങ്കിൽ കൈ കുടഞ്ഞു കളയണം. എങ്കിൽ മാത്രമേ ഈ ദഹിപ്പിക്കുന്ന തീയുടെ അടുത്ത് നമുക്ക് പാർക്കുവാൻ കഴിയൂ. അടുത്തതായി എഴുതിയിരിക്കുന്നത്, ദോഷം രക്തപാതകത്തെ കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തിക്കളയണം. ദൈവത്തിന് സ്തോത്രം. ഈ തീയുടെ അടുത്ത് പാർക്കണമെങ്കിൽ
എന്തും ഏതും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. മറ്റുള്ളവരുടെ ദുഃഖമോ മറ്റുള്ളവരുടെ തകർച്ചയോ മറ്റുള്ളവരുടെ ഇല്ലായ്മയോ രക്തപാതകം എന്ന് ഉദ്ദേശിക്കുന്നതാണ്. അത് കേൾക്കാതെ വണ്ണം ഒരു വിശുദ്ധൻ, ഒരു ദൈവ പൈതൽ ചെവി പൊത്തിക്കളയണം. അവസാനമായി എഴുതിയിരിക്കുന്നത്, ദോഷം കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയണം. നമ്മുടെ കണ്ണുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും കണ്ട് രസിക്കാതെ വണ്ണം കണ്ണടച്ചു കളയുന്ന ഒരു ഭക്തൻ, അങ്ങനെ തന്റെ കാലുകളെയും തന്റെ കൈകളെയും തന്റെ ഹൃദയത്തെയും തന്റെ നാവിനെയും തന്റെ ചെവിയെയും തന്റെ അധരങ്ങളെയും തന്റെ കണ്ണുകളെയും തന്റെ പഞ്ചേന്ദ്രിയത്തെയും യാഗം കഴിച്ച് ക്രൂശിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നിത്യദഹനങ്ങളുടെ അതായത് ദഹിപ്പിക്കുന്ന തീയുടെ അടുത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയുള്ളൂ. എന്തുകൊണ്ടാണ് സിയോനിലെ പാപികൾ പേടിക്കുന്നത്? എന്തുകൊണ്ടാണ് വഷളന്മാരായവർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ ന്യായവിധിയുടെ തീ ദൈവത്തിന്റെ അടുത്ത് പാപികൾക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. അതിനെ ദഹിപ്പിച്ച് കളയും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അതിന്റെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും, പാറക്കോട്ടകൾ അവന്റെ അഭയമായിരിക്കും, അവന്റെ അപ്പം അവന് കിട്ടും, അവന്റെ വെള്ളം മുട്ടിപ്പോകയില്ല, അവന്റെ കണ്ണ് രാജാവിനെ സൗന്ദര്യത്തോടെ ദർശിക്കും, വിശാലമായ ഒരു ദേശം അവൻ കാണും. ആ വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ അവിടെ കാണുന്നു, തണ്ട് വെച്ച പടക്, പ്രതാപമുള്ള കപ്പൽ അതിൽ കൂടെ കടക്കയില്ല. ദൈവത്തെ ഭയപ്പെട്ട് ദൈവസന്നിധിയിൽ താഴ്മയോടും വിനയത്തോടും കൂടെ തന്റെ ജീവിതത്തെ ക്രമീകരിച്ച് പാപത്തിൽ നിന്ന് വിട്ടോടി ദൈവ ഭയത്തോടുകൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നിത്യദഹനങ്ങളുടെ ഈ തീയുടെ അടുത്ത് പാർക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അത് നമ്മെ ദഹിപ്പിച്ചു കളയും. ഈ വചനത്താൽ ദൈവമായ കർത്താവ് നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഭയത്തോടെ ദൈവത്തെ സേവിക്കാം, വിറയലോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആ ദൈവത്തിന്റെ സ്നേഹമുള്ള കരം നമുക്ക് അനുഭവിക്കുവാൻ ഇടയാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ, ആസ്വദിക്കട്ടെ. ആമേൻ. സ്തോത്രം.